ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ എൻ്റെ ചിന്ത അസൂയയും സ്വാർത്ഥതയും മനുഷ്യൻ്റെ മനസ്സിലെ മറഞ്ഞിരിക്കുന്ന ശത്രു. ഒരു കാടുണ്ടായിരുന്നു. അവിടെ പുഷ്പങ്ങളും പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചു. മരങ്ങൾ ഒരിക്കലും തമ്മിൽ ഉയരം താരതമ്യം ചെയ്തില്ല. പൂക്കൾ ഒരിക്കലും അവൻ കൂടുതൽ സുന്ദരൻ എന്ന് ചിന്തിച്ചില്ല. പക്ഷികൾ ഒരിക്കലും അവളുടെ ശബ്ദം എൻ്റേതിനേക്കാൾ മാധുര്യം എന്ന് വേദനിച്ചില്ല. അവർക്കൊക്കെ ലഭിച്ച ജീവിതം അവർ നന്ദിയോടെ സ്വീകരിച്ചു. ഒരു ദിവസം ഒരു മനുഷ്യൻ ആ കാട്ടിലേക്ക് വന്നു. അവൻ അവിടെ മനോഹരമായ പൂ കണ്ടു. അവൻ അതിൻ്റെ സൗന്ദര്യം തൻ്റെ കണ്ണുകളിൽ പകർന്നു. അടുത്ത നിമിഷം അവൻ ചിന്തിച്ചു, തൻ്റെ വീട്ടിലെ പൂക്കൾക്ക് ഇത്ര സൗന്ദര്യമില്ലല്ലോ. അവിടെ നിന്നാണ് അസൂയയുടെ വിത്ത് മുളയ്ക്കുന്നത്. അസൂയയും സ്വാർത്ഥതയും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മറ്റെല്ലാ ജീവജാലങ്ങളും പ്രകൃതിയോട് ചേർന്ന് തങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നു. പക്ഷേ മനുഷ്യൻ മാത്രം മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് തങ്ങളുടെ സമാധാനം കൈവിടുന്നു. നമ്മൾ മറക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തരായി സൃഷ്ടിച്ചു. ഒരാൾക്കുള്ള കഴിവ് മറ്റൊരാൾക്കില്ല, മറ്റൊരാൾക്കുള്ള അനുഗ്രഹം നമുക്കില്ല. താരതമ്യം തുടങ്ങുന്നിടത്ത് സന്തോഷം അവസാനിക്കുന്നു. നന്ദി പറയുന്നിടത്ത് സന്തോഷം തുടങ്ങുന്നു, സമാധാനം തുടങ്ങുന്നു. ഇന്നത്തെ ചിന്ത ഇതാണ്. മറ്റുള്ളവരുടെ ജീവിതം നോക്കി അസൂയപ്പെടുന്നതിന് പകരം സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മളെപ്പോലുള്ള ഒരാൾ ലോകത്തിൽ മറ്റൊരാളില്ല എന്ന സത്യത്തെ അഭിമാനിക്കാം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ശാന്തി ലഭിക്കുക. താങ്ക് യു.